ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്നുള്ളതാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോജൻ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമാണ് എന്താണ് അനാബോളിക് സ്റ്റിറോയിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഫാർമക്കോളജി ഓഫ് ആൻഡ്രോജൻസ് ആൻഡ് അനാബോളിക് സ്റ്റിറോയിഡ്സ്. So this is the learning objective of this session. After the session you will able to understand, describe and write about the androgens and anabolic steroids. We will discuss the definition, regulation of release, mechanism of action, pharmacological actions or effects, then ADR, hormonal disorder and drugs used in hormonal disorder. So before starting the topic, we should aware that there are two hormones which is responsible for the release of androgen, that is gonadotropin like FSH and LH, which is released from the pituitary gland, and due to this response of this FSH and LH on the gonads, it will release different hormones like estrogen and progesterone and androgen. So out of this, estrogen and progesterones are mainly seen in female and androgen is mainly seen in male. രണ്ട് ആൾക്കാരിലും ആൻഡ്രോജനും ഈസ്ട്രോജനും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. But depending on the level of the androgen in female and estrogen and progesterone in male, it will show different feminine as well as male characteristics. Okay. യൂഷ്വലി മെയിലിൽ ആൻഡ്രോജൻ ആണ് കൂടുതൽ ഉണ്ടാവുക, ഫീമെയിൽസിൽ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ആണ് കൂടുതൽ ഉണ്ടാവുക. ഈ ബാലൻസിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴാണ് വേറെ രീതിയിലുള്ള ഫിസിക്കൽ ബിഹേവിയറുകളൊക്കെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് കാണിക്കുന്നുണ്ടാവുക. നൗ കമ്മിങ് ടു ദ ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺ ആണ്, which is a hormone or its analog which will cause development of secondary sexual characteristics. സെക്കൻഡറി ആയിട്ടുള്ള സെക്ഷൽ ക്യാരക്ടറിക്സ്, അപ്പോൾ ജെനിറ്റൽ ഓർഗൻസുകൾ, പ്യൂബിറ്റൽ ഹെയറുകൾ, അതുപോലെയുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. വി ക്യാൻ ക്ലാസിഫൈ ആൻഡ്രോജൻ ഇൻ ടു ടു, നാച്ചുറൽ ആൻഡ്രോജൻസ് ആൻഡ് സിന്തറ്റിക് ആൻഡ്രോജൻ. Natural androgens include testosterone, dihydrotestosterone, androsterone, diandroepiandrosterone, and androstenediones. And synthetic androgens like methyl testosterone, fluoxymesterone, testosterone and daconate, then masterolone. These are the classification of androgen. There are natural and synthetic analogs or androgens of androgens. Now coming to the regulation of the release of testosterone, progesterone and estrogens. So as we discussed about different hormones, ഇവിടെയും ഹൈപ്പോതലാമസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So hypothalamus will release an hormone which is known as gonadotropin releasing hormone, GnRH. So this hormone is responsible for the release of FSH and LH from the anterior pituitary. അപ്പോൾ ഹൈപ്പോതലാമസ് നിന്ന് GnRH എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോൺ ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തിട്ട് അവിടുന്ന് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന FSH ആൻഡ് LH റിലീസ് ചെയ്യുന്നത്. ഈ FSHന്റെയും LHന്റെയും റെസ്പോൺസ് കൊണ്ടാണ് അത് ഗൊണാഡ്സിൽ പോയി ആക്ട് ചെയ്തിട്ട് മെയിൽസിൽ ടെസ്റ്റിസിലും ഫീമെയിൽസിൽ ഓവറിയിലും പോയി ആക്ട് ചെയ്തിട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺസുകൾ മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽസിൽ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോണും റിലീസ് ചെയ്യിക്കും. So this is the regulation of release of gonadotropin. Now coming to specific androgenന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഹൈപ്പോതലാമസ് നിന്ന് GnRH റിലീസ് ചെയ്യും. GnRH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് FSH ആൻഡ് LH റിലീസ് ചെയ്യും. അത് നേരെ പോയി ടെസ്റ്റിസിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ FSHന്റെ ഇൻഫ്ലുവൻസിൽ അവിടെ സ്പെമാറ്റോജെനസിസ് നടക്കും, സ്പെം ഫോർമേഷൻ നടക്കും. അതുപോലെ തന്നെ ഈ ടെസ്റ്റിസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസുകൾ റിലീസ് ചെയ്യും. ഈസ്ട്രാഡയോൾ ആൻഡ് ടെസ്റ്റോസ്റ്റെറോൺ പോലെയുള്ള ഹോർമോൺസുകൾ റിലീസ് ചെയ്യിക്കും. ഈ ഹോർമോൺസുകളാണ് യൂഷ്വലി പൊട്ടന്റ് ഇൻഹിബിറ്റേഴ്സുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. ബോഡിയിൽ ആവശ്യത്തിന് ടെസ്റ്റോസ്റ്റെറോൺ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റെറോൺസുകൾ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോൺ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും ബോഡിയിൽ സിന്തസിസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ടു ഇൻഹിബിറ്റ് ദ ഫർദർ റിലീസ് ഓഫ് FSH ആസ് വെൽ ആസ് GnRH. ഹൈപ്പോതലാമസിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കാണിക്കുന്ന സമയത്ത് GnRHന്റെ ഫർദർ ആയിട്ടുള്ള റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും.
ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ അത് പോയി നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കാണിക്കുന്ന സമയത്ത് ഗൊണാഡോട്രോപ്പിൻസുകളായിട്ടുള്ള ലൂട്ടിലൈസിങ് ഹോർമോണും ഫോളിക്കുലാർ സ്റ്റിമുലൈസിങ് ഹോർമോണും ഈ രണ്ട് ഹോർമോണിന്റെയും റിലീസ് ഫർദർ ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഫർദർ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇനി അഗെയിൻ ഈസ്ട്രാഡയോൾ എന്നുള്ള രൂപത്തിലാണ് ഈസ്ട്രജൻ സാധാരണഗതിയിൽ നമുക്ക് ബോഡിയിൽ റിലീസ് ചെയ്യുന്നത്. അതിനും ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ തന്നെയാണുള്ളത്. ഇനി FSH ഇൻഹിബിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. സെർട്ടോളി സെൽസ്, ടെസ്റ്റിസിന്റെ സെർട്ടോളി സെൽസ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഹിബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നതും ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ, FSHന്റെ ഫർദർ ഇൻഹിബിറ്ററി ആക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ. നൗ കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് അതിന്റെ സർക്കുലേഷനിലോട്ട് എത്തുന്ന സമയത്ത് ഡൈഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റെറോൺ എന്നുള്ള രൂപത്തിൽ ആക്റ്റീവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിന്റെ ആക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റോസ്റ്റെറോൺ പ്രോ ഹോർമോൺ ആയിട്ടാണ് റിലീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് ബോഡിയിൽ എത്തിയിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ ആയിട്ട് മാറ്റിയിട്ടാണ് ബൈ ആൻ എൻസൈം 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള രൂപത്തിലാണ് അത് അതിന്റെ റിസപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ആൻഡ്രോജന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോജൻ റിസപ്റ്ററിൽ പോയി ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻഡ്രോജൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു സൈറ്റോപ്ലാസ്മിക് റിസപ്റ്റർ ആണ്. സോ ദേ വിൽ ബൈൻഡ് വിത്ത് ദ ആൻഡ്രോജൻ റിസപ്റ്റർ and this complex is more active than testosterone receptor complex in combined with the DNA. So it will produce different kinds of secondary sexual characteristics. Now let's see what are the effects of androgen. എന്തിനാണ് ആൻഡ്രോജൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? So first action is development of sex organ and secondary sexual characters. So androgen in the fetal stage, ഈ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലല്ല പറയുന്നത്, അതിന്റെ മുമ്പ് തന്നെ ഈ ജെനിറ്റ് അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്തുള്ള ഡിസിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഗ്രോത്ത് ഓഫ് ജെനിറ്റൽ, പിന്നീസ്, സ്ക്രോട്ടം, സെമിനൽ വെസിക്കിൾ, പോസ്ട്രേറ്റ്, ഇതെല്ലാം ഫീറ്റസിൽ നടക്കുന്ന ചേഞ്ചസുകളാണ്. ആ സമയത്ത് തന്നെ അതിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ അഡോളസെന്റ് അല്ലെങ്കിൽ പ്യൂബർട്ടി ഒക്കെ ആവുന്ന സമയത്ത് growth of puberty layer, axial, beard, mustache, body hair, male pattern and its distribution. So androgen is the main hormone which will show the physical characteristics of the male. മെയിലിന് വേണ്ട ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ ലെവൽ കൂടുന്നതിനും കുറയുന്നതിനൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ പല ആൾക്കാരിലും ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. Then larynx will be grown and voice will deepen at the time of puberty. പ്രായപൂർത്തിയാവുന്ന സമയത്ത് സാധാരണഗതിയിൽ മെയിൽസിൽ ഉണ്ടാവുന്ന ഈ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ആൻഡ്രോജൻസുകളാണ്. ആൻഡ് ബിഹേവിയറൽ എഫക്ട്സ്, ഇൻക്രീസ്ഡ് ഫിസിക്കൽ വിഗർ, അഗ്രസീവ്നെസ്, പിനൈൽ ഇറക്ഷൻ, ദീസ് ആർ ദ ഡിഫറെന്റ് ആക്ഷൻസ് ഓഫ് ആൻഡ്രോജൻസ്. Now coming to the actions in testis, ആൻഡ്രോജൻ ആണ് ടെസ്റ്റിസിൽ സ്പെമാറ്റോജെനിസിസും മെച്ചുറേഷൻ ഓഫ് സ്പെമറ്റോസോവ ഒക്കെ ഉണ്ടാക്കുക അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത്. സോ മോഡറേറ്റ്ലി ലാർജ് ഡോസ് കോസ് ടെസ്റ്റിക്കുലാർ അട്രോപ്പി ബൈ ഇൻഹിബിറ്റിംഗ് gonadotropin secretion in the pituitary. So in case of deficiency, especially in case of infertility, ആൻഡ്രോജൻസിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫെർട്ടിലിറ്റിനെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ആൻഡ്രോജൻ ഇല്ലാത്തതിന്റെ പേരിലാണ് സ്പെമറ്റോജെനിസിസ് ഇല്ലാത്തത് അല്ലെങ്കിൽ അതിന്റെ മെച്ചുറേഷൻ ഉണ്ടാവാത്തത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരു ലാർജ് ഡോസിലൊക്കെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ആൻഡ്രോജന്റെ ലെവൽ കൂടുന്ന സമയത്ത് നമ്മൾ റെഗുലേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു FSH, LH എന്ന് പറയുന്ന ഗൊണാഡോട്രോപ്പിൻ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബോഡിയിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൻഡ്രോജൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ടാക്കിയിട്ട് ഫർദർ GN ഗൊണാഡോട്രോപ്പിൻ FSHന്റെയും LHന്റെയും റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഇൻ എറിത്രോപോയസിസ്. ബ്ലഡ് ഫോർമേഷൻസിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ആൻഡ്രോജന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആൻഡ്രോജൻസ് മെയിൽസിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ HB വാല്യൂ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് HB വാല്യൂ മെയിൽസിൽ കൂടുതലാവാനുള്ള കാരണം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻഡ്രോജൻ there will be an accelerated increase in erythropoietin production. So thereby there will be an increased HB level in the male than the female. Okay, അതാണ് higher hemocratic value എന്ന് പറയാനുള്ള കാരണം. Okay. Now, actions in skeletal muscles and other muscles. So, ടെസ്റ്റോസ്റ്റെറോണിന്റെ അല്ലെങ്കിൽ ആൻഡ്രോജൻസിന്റെ ഏറ്റവും
സിന്തറ്റിക് ആയിട്ടുള്ള ഫോമാണ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ആണ് പുബർട്ടലിന്റെ സമയത്ത് ഉണ്ടാവുന്ന ചെസ്റ്റ് ബോർഡൻ ചെയ്യുന്നതും അതൊക്കെ ഉണ്ടാവുന്ന ഒരു പുബർട്ടൽ സ്പൂട്ട്, പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള വളർച്ച ഉണ്ടാവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആൻഡ്രോജൻസുകളാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ഒരു ശരീരത്തിന്റെ വണ്ണം വെക്കുന്നതോ അല്ലെങ്കിൽ മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള റെസ്പോൺസസുകളും ഉണ്ടാക്കുന്നത് ഈ ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോൺസിന്റെ റെസ്പോൺസ് കൊണ്ടാണ്. ദെൻ റാപ്പിഡ് ബോൺ ഗ്രോത്ത്, ഈ സമയത്താണ് യൂഷ്വലി ഹൈറ്റ് വെക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഹൈറ്റ് വെക്കുന്നതൊക്കെ ഈ ഒരു അഡോളസെന്റ് ടു അഡൾട്ടിന്റെ ഉള്ളിലുള്ള ഈ സമയത്താണ്. Okay, so rapid bone growth, both the thickness as well as length of the bone will be increased, and it will promote the muscle building, especially if aided by exercise. ഈ സമയത്താണ് സാധാരണ ഈ ഒരു ഏജിലുള്ള ആൾക്കാർ ഇതിലോട്ട് ബോഡി ബിൽഡ് ചെയ്യണം എന്നുള്ള ചിന്തകൾ വരുന്നതും യൂഷ്വലി എക്സസൈസോ അല്ലെങ്കിൽ ജിമ്മ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ മസിൽ, ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന മസിൽ ബിൽഡപ്പും ഈ എക്സസൈസും കൂടി കൂടുന്ന സമയത്താണ് മസിൽ ബിൽഡിങ്ങിന്റെ കൂടുതൽ എഫക്ട്സ് നമുക്ക് കിട്ടുക. ഈ സമയത്താണ് യൂഷ്വലി അപ്പറ്റൈറ്റ്, വിശപ്പ് കൂടുന്ന സംഗതി ഉണ്ടാവുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻഡ്രോജൻ. ആൻഡ് ടെസ്റ്റോസ്റ്ററോൺ ആൾസോ വിൽ ഗീവ് ടു സാൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ. അത് എഡീമ പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആൻഡ്രോജൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓവറോൾ ആക്ഷൻ വെൻ വി ആർ ഗിവിംഗ് ഓർ ദർ ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. It will be in the form of testosterone and more active form in the form of dihydrotestosterone. Okay, testosterone dihydrotestosterone ആക്കി മാറ്റുന്നുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയിട്ട് ലൂട്ടിലൈസിങ് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുക, ടെസ്റ്റിസില് സ്പെമറ്റോജെനിസിസ് ഉണ്ടാക്കുക, ഇന്റേണൽ ജെനിറ്റാലിയൽ എപ്പി ഡിലിമിസ്, അതുപോലെ വാസ് ഡിഫൻസ്, മിനറൽ വെസിക്കിൾസ്, ഇവിടെ ഇങ്ങനെയുള്ള ഡെവലപ്മെന്റുകളൊക്കെ ഫീറ്റസ് സ്റ്റേജിൽ നടക്കുക എന്നുള്ളത്. ദെൻ എറിത്രോപോയസിസ് ഉണ്ടാക്കുക. ദെൻ ഡൈഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്ററോണിന്റെ ഫംഗ്ഷൻസുകളാണ് എക്സ്റ്റേണൽ ജെനിറ്റൽ, സ്കോട്ടം, പെനിസ്, ഇതെല്ലാം പ്യൂബർട്ടി അല്ലെങ്കിൽ ഫീറ്റസ് സ്റ്റേജിലും അതുപോലെ തന്നെ മെച്ചുറേഷനും, ഇതിന്റെ എല്ലാം മെച്ചുറേഷൻ ഡ്യൂറിങ് പ്യൂബർട്ടിയിൽ നടക്കുക എന്നുള്ളത്. ദെൻ പ്യൂബർട്ടി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസ്, സെക്ഷൽ മെച്യൂരിറ്റി, മെയിൽ ബിഹേവിയർ, അതുപോലെ പോസ്ട്രേറ്റ് ഗ്രോത്ത്, ഹെയർ ഫോളിക്കിൾ ഗ്രോത്ത് ഇൻ ദ പ്യൂബർട്ടി ആസ് വെൽ ആസ് സ്കാപ് ഹെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. ഇനി രണ്ട് ടെസ്റ്റോസ്റ്ററോണിന്റെയും ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിന്റെയും ഫംഗ്ഷനാണ് ബോൺ ആൻഡ് സ്കെൽറ്റൽ മസിൽ ഇൻക്രീസ് ഉണ്ടാക്കുക, അത് മസിൽസ് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സ്ട്രെങ്ത് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ADR ഓഫ് ആൻഡ്രോജൻസ്. ഈ ആൻഡ്രോജന്റെ ലെവല് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ? ആൻഡ്രോജന്റെ ലെവല് ബോഡിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രോബ്ലംസുകൾ ഉണ്ടാവുക? So first one is virilization. There will be an excessive body hair as well as menstrual irregularities in women. Androgen womenസിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ menstrual irregularities ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ആൻഡ്രോജൻ എന്ന് കേൾക്കുമ്പോൾ മെയിൽ സെക്സ് ഹോർമോൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി there will be small extent of level in female also. So ആ ലെവലും കൂടുന്ന സമയത്താണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നത്. Then acne, ആൻഡ്രോജൻ ലെവൽ കൂടുന്ന സമയത്ത് മുഖക്കുരു പോലെയുള്ള സംഗതികൾ ഉണ്ടാവും. Then frequent and sustained painful erection in males. ഡോസ് കൂടുന്ന സമയത്ത് പീനൈൽ ഇറക്ഷൻ വിത്ത് പെയിൻഫുൾ ഇറക്ഷൻ. ഓക്കെ, കൂടുതൽ സമയം ഇറക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് പെയിൻഫുൾ ഇറക്ഷൻ ഉണ്ടാവും. പിന്നെ ഒളിഗോസ്പേമിയ, സ്പേം കൗണ്ട് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദെൻ പ്രീഷ്യസ് പ്യൂബർട്ടി, അപ്പോൾ ഈ ഏജ് ആവാത്ത ആൾക്കാരിലാണ് നമ്മൾ, പ്രത്യേകിച്ച് പ്യൂബർട്ടിയുടെ ഏജ് ആവാത്ത ആൾക്കാരിലാണ് ആൻഡ്രോജൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നേരത്തെ പ്യൂബർട്ടി ആവാനുള്ള ചാൻസുകൾ ഉണ്ട്. സോ പ്രിമച്വർ സെക്ഷൽ ബിഹേവിയർ മേ ബി ഷോൺ. ദെൻ സാൾട്ട് റിട്ടൻഷൻ ആൻഡ് എഡീമ മേ ബി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സസീവ് ആൻഡ്രോജൻസ്. ദെൻ കോളിസ്റ്റിക് ജോണ്ടിസ്, സിന്തറ്റിക് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ADR ആണ് കോളിസ്റ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഹെപ്പാറ്റിക് കാർസിനോമ ഫോർ ലോങ് ടേം യൂസ്. ദെൻ ഗൈനക്കോമാസ്റ്റിയ due to the estrogen formed from the testosterone by peripheral conversion, and lowering of HDL and rise in LDL. So HDLന്റെ ലെവൽ കുറയാ, LDLന്റെ ലെവൽ കൂടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ADR എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു അതീറോസ്ക്ലിറോസിസ്. ഓക്കെ, അതീറോസ്ക്ലിറോസിസിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ആണ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ADR ഓഫ് ആൻഡ്രോജൻസ്.
Now, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തത്? Who are the contraindicated patients? Patient with carcinoma of prostate and male breast cancer ഉള്ള ആൾക്കാരിൽ carcinoma of breast cancer in the male and liver and kidney diseases and during pregnancy. These are the different cases of contraindications for androgens. And finally, the uses of androgen. Of course, androgen is very required for the spermatogenesis. So, in case of infertility due to the testicular failure, okay, ടെസ്റ്റിസിന്ന് സ്പെമ ജനറേറ്റ് ചെയ്യുന്ന പ്രോബ്ലം, അതിന് ഫെയിലിയർ ഉണ്ടാവുന്നതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ്രോജൻസുകൾ യൂസ് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹൈപ്പോപിട്രൂട്ടിസം. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വർക്കിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പല ഹോർമോൺസിന്റെയും ഇംബാലൻസ് ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്, പ്രൊലാക്ടിൻ റിലീസ് ചെയ്യുന്നത്, ACTH റിലീസ് ചെയ്യുന്നത്, TSH റിലീസ് ചെയ്യുന്നത്, FSH, LH റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ലെവൽ കുറയുമ്പോൾ ഇവിടെ നമുക്ക് പറയുന്ന സമയത്ത് FSH, LHന്റെ ലെവൽ കുറയും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗൊണാഡ്സിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഗൊണാഡ്സ് അതിന്ന് ആൻഡ്രോജൻസുകൾ റിലീസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് പിറ്റ്യൂട്ടറിസം ഉള്ള ആൾക്കാരിൽ നമുക്ക് എല്ലാ ഹോർമോൺസുകളും ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. ഹോർമോണൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് ആ ഹോർമോണിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കുന്നുണ്ടാവും, ACTH കൊടുക്കുന്നുണ്ടാവും, അതുപോലെ എല്ലാ ഹോർമോൺസുകളും കൊടുത്തോണ്ട് നിൽക്കുന്നതിന്റെ കൂടെ കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് എയ്ഡ്സ് റിലേറ്റഡ് മസിൽ വേസ്റ്റനിങ്, ആൻഡ്രോജൻസിന് മസിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. So, to improve the weakness and muscle wasting by using testosterone in AIDS-related muscle wasting. Then hereditary angioneuritic edema, genetic disorder ആണ്. ആ ഡിസോർഡറിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഏജിങ് ഉള്ള ആൾക്കാരിൽ ഏജിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് ദ ബോൺ മിനറലൈസേഷൻ ആൻഡ് മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഇഡിയോപ്പതിക് മെയിൽ ഇൻഫെർട്ടിലിറ്റി, എന്താണ് കോസ് എന്നറിയാത്ത മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ ട്രീറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും ആൻഡ്രോജൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് യൂസസ് ഓഫ് ആൻഡ്രോജൻസ്. അപ്പൊ ഇത്രയും നമ്മൾ എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു സംഗതി, അനാബോളിക് സ്റ്റിറോയിഡ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് എന്താണ് ആന്റി ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്? അപ്പൊ ആൻഡ്രോജൻസിന്റെ ലെവല് ഒരു മെയിലിൽ വല്ലാതെ കൂടി, നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ എക്സസ് ആയിട്ട് ആൻഡ്രോജന്റെ ലെവൽ കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകളാണ് ആന്റി ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. രണ്ട് ക്ലാസ് ഓഫ് ഡ്രഗ്സുകളാണ്. ഒന്ന് ആന്റി ആൻഡ്രോജൻസ്, അതായത് ആൻഡ്രോജൻ റിസപ്റ്ററിൽ അന്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകൾ. ഓക്കെ, സിപ്രോ, ടെറോൺ അസറ്റേറ്റ്, ഫ്ലൂട്ടമൈഡ്, ഇതെല്ലാം നേരിട്ട് പോയിട്ട് ആൻഡ്രോജൻ റിസപ്റ്ററിൽ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ഈ രണ്ടാമത്തേതാണ് 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ അതിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണ് 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ്രോജന്റെ എഫക്റ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആക്റ്റീവ് ഫോം ഓഫ് ആൻഡ്രോജൻസിന്റെ എഫക്റ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഫിനാസ്റ്ററൈഡ്, ഡ്യൂട്ടറാസ്റ്റൈഡ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ആന്റി ആൻഡ്രോജൻസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് ആൻഡ്രോജൻസ്, എങ്ങനെയാണ് ആൻഡ്രോജൻസുകൾ ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി എന്താണ് ആൻഡ്രോജൻസും അനബോളിക് സ്റ്റിറോയിഡും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. ഓക്കെ, അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് സിന്തറ്റിക് ആൻഡ്രോജൻസുകളാണ്. ഓക്കെ, അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് അനാബോളിസത്തിനെ എൻഹാൻസ് ചെയ്യുന്ന സ്റ്റിറോയിഡ്സുകളാണ്. അപ്പൊ അനാബോളിസത്തിന് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. സിന്തറ്റിക് ആൻഡ്രോജൻസുകൾ തന്നെയാണ് അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്, വിത്ത് ഹയർ അനാബോളിക് എഫക്ട്, ലോവർ ആൻഡ്രോജനിക് എഫക്ട്. സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി കുറവുള്ള അനാബോളിക് എഫക്റ്റുകൾ കൂടുതലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ആൻഡ്രോജൻസിനെ പറയുന്ന പേരാണ് അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ആൻഡ്രോജൻസിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനാബോളിക് സ്റ്റിറോയിഡിന് ബാധകമാണ്, എക്സെപ്റ്റ് ആൻഡ്രോജനിക് എഫക്റ്റ് കുറവാണ് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം സിമിലർ ടു ആൻഡ്രോജൻസുകളാണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് anabolic steroids include nandrolone, oxymetholone, stanozol and methadone.
Okay, these are some examples. Now, what are the ADR? Anabolic steroids സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ എന്നുള്ള പേരിലൊക്കെ അടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ യൂസ് ചെയ്യുക. ചില അത്ലറ്റിക്സുകളും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവുന്ന പ്രോബ്ലങ്ങളാണ് ഹിർസൂട്ടിസം എന്ന് പറയും. എക്സസീവ് അൺവാണ്ടഡ് മെയിൽ പാറ്റേൺ എയർ ഗ്രോത്ത് ഓൺ ദ വുമൺ ഫേസ് ചെസ്റ്റ്. ഫീമെയിൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then hoarseness of the voice, voice ഒക്കെ പരുക്കനാവും. then it can produce jaundice and worsen the lipid profile. നമ്മൾ anabolic steroidsന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, it will decreases the HDL level and increases the LDL level എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആൻഡ്രോജൻസിന്റെ കേസിൽ. അപ്പൊ ആ എഫക്റ്റ് ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ ലൈപ്പിഡ് പ്രൊഫൈലിന് വേഴ്സൺ ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ADR ഓഫ് anabolic steroid. ഫൈനലി യൂസസ്. സോ മെയിൻ ആയിട്ട് ഇത് മിസ്യൂസ് ചെയ്യുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. യൂസ് ചെയ്യുന്നത് സബ് ഓപ്റ്റിമൽ ഗ്രോത്ത് ഉള്ള ബോയ്സിന് ഗ്രോത്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാത്ത ബോയ്സിന്, ഓക്കെ, വളർച്ച വരുന്ന ബോയ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രോത്ത് ഇംപ്രൂവ്മെന്റ് ഇൻ സബ് ഓപ്റ്റിമൽ ഗ്രോത്ത് ഇൻ ദ ബോയ്സ്. then hypoplastic, hemolytic and malignancy associated anemia. ആൻഡ്രോജൻസിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, എറിത്രോപോയിസിനെ എൻഹാൻസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ RBC കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അനീമിയ കേസിൽ നമുക്ക് അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ കൊടുക്കാൻ പറ്റും. ടു എൻഹാൻസ് ദ ഫിസിക്കൽ എബിലിറ്റി ഇൻ ദ അത്ലറ്റ്സ്. അപ്പോൾ അത്ലറ്റ്സിൽ മസിൽസിന്റെ സ്ട്രെങ്ത് വീക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ യൂസ് ചെയ്യാം. കാറ്റബോളിക് സ്റ്റേറ്റ്, അക്യൂട്ട് ഇൽനെസ്, സിവിയർ ട്രോമ, മേജർ സർജറി. അപ്പോൾ കുറെ കാലം സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ട ആൾക്കാരുടെ മസിൽ വേസ്റ്റനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവരുടെ സമയത്ത് അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ ഈ ഒരു മസിൽ ബിൽഡപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഓസ്റ്റിയോപോറോസിസിൽ മിനറലൈസേഷൻ ഓഫ് ദ ബോൺ എന്ന് പറയുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അനാബോളിക് സ്റ്റിറോയിഡ്സുകൾ യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ആൻഡ്രോജൻസ് ആൻഡ് അനാബോളിക് സ്റ്റിറോയിഡ്സ്. നമ്മളെ സിലബസിൽ അനാബോളിക് സ്റ്റിറോയിഡ്സ് ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആൻഡ്രോജൻസുകൾ തന്നെയാണ്, സിന്തറ്റിക് ആയിട്ടുള്ള ആൻഡ്രോജൻസുകളാണ് അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്നുള്ളത്. എന്തുകൊണ്ട് എന്തായാലും ആൻഡ്രോജൻസിന്റെ എഫക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുക, അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പോൾ അനാബോളിക് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് ആൻഡ്രോജൻ വിത്ത് ലെസ് ആൻഡ്രോജനിക് എഫക്ട് ആൻഡ് ഹയർ അനാബോളിക് എഫക്ട് ഉള്ള സാധനങ്ങളെയാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, ADR എന്താണ്, യൂസ് എന്താണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ anabolic steroids. Hope it is clear.